ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇന്നേ ദിവസം വിശുദ്ധ വചനത്തിലും വിശുദ്ധരുടെ ജീവിതത്തിലുമൊക്കെ ഹൃദയത്തെ ആഴപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ചുവന്ന കുരിശിൻ്റെ വിശുദ്ധൻ വിശുദ്ധ കമ്മില്ലസ്, ജൂലൈ 14-ാം തീയതി അവിടുത്തെ തിരുനാൾ നമ്മൾ ആഘോഷിച്ച് ആ വിശുദ്ധൻ്റെ കൃപകളെ സ്വന്തമാക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ നമുക്കൊന്നും സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവോടുകൂടി നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഉണ്ടെങ്കിൽ ഏതൊരു അശുദ്ധനും എത്രമാത്രം മ്ലേച്ഛതയിൽപ്പെട്ട വ്യക്തിക്കും വിശുദ്ധനാകാൻ പറ്റും എന്നുള്ള പ്രത്യാശയും നമ്മളെ ഭരിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ നിറയണമെന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധിയുടെ ഉന്നത തലങ്ങളിലേക്ക് ഞങ്ങളെ ഉയർത്തുവാൻ തക്കവിധം ആത്മാവെ ഞങ്ങളുടെ മേൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളെ അങ്ങയുടെ സ്വന്തമാക്കണമേ. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥവും സകല വിശുദ്ധരുടെയും പ്രത്യേകിച്ച് വിശുദ്ധ കമ്മില്ലസിൻ്റെയും പ്രത്യേക മാധ്യസ്ഥവും ഞങ്ങളുടെ കൂടി ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സഹോദരങ്ങളെ, ചുവന്ന കുരിശിൻ്റെ വിശുദ്ധനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചുവന്ന കുരിശിൻ്റെ വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ധാരാളമായി കണ്ടിട്ടുള്ള ചുവന്ന കുരിശിൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന കുറേ ദൃശ്യങ്ങളുണ്ടാവും. ആംബുലൻസുകൾ, അതുപോലെ ആസ്പത്രി, പിന്നെ റെഡ് ക്രോസ് സൊസൈറ്റി. ഇങ്ങനെ ചുവന്ന കുരിശെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് ഓടി വരുന്നത് രോഗി ശുശ്രൂഷ മേഖലയാണ്. രോഗികളുമായി ബന്ധപ്പെട്ട് ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ദൈവിക കൃപകളാൽ സ്നേഹത്തിൻ്റെ അഭിഷേകം ചൊരിയുന്ന ശുശ്രൂഷകളെയാണ് നമ്മൾ പെട്ടെന്ന് ഓർക്കുക. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ കമ്മില്ലസ് ചുവന്ന കുരിശിൻ്റെ വിശുദ്ധനാണ്. രോഗികളുടെ മധ്യസ്ഥനാണ് വിശുദ്ധ കമ്മില്ലസ്. ആ വിശുദ്ധനെക്കുറിച്ചാണ് നമ്മൾ കുറച്ച് നേരം ധ്യാനിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഈ ആസ്പത്രികൾക്കും ആംബുലൻസുകൾക്കും അതുപോലെ റെഡ് ക്രോസ് സൊസൈറ്റിയും ഒക്കെ പ്രചോദനം നൽകുന്ന ഈ ചുവന്ന കുരിശ്, അത് തുടങ്ങിയത് വിശുദ്ധ കമ്മില്ലസിൽ നിന്നാണ്, വിശുദ്ധ കമ്മില്ലസിൻ്റെ ശുശ്രൂഷ കൃപകളിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആരാണ് വിശുദ്ധ കമ്മില്ലസ് എന്ന് ചോദിച്ചാൽ പ്രത്യക്ഷത്തിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നത് രോഗികളുടെയും ആസ്പത്രികളുടെയും അതുപോലെ രോഗി ശുശ്രൂഷകർ, ഡോക്ടേഴ്സ്, നഴ്സുമാർ, അങ്ങനെ രോഗി ശുശ്രൂഷകരുടെയും ഒക്കെ പ്രത്യേക മധ്യസ്ഥനാണ് വിശുദ്ധ കമ്മില്ലസ് എന്നാണ്. എന്നാൽ വിശുദ്ധ കമ്മില്ലസിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ രോഗികളുമായിട്ടുള്ള ഭയങ്കരമായ ഒരു സ്നേഹവും ആത്മസമർപ്പണവും നമ്മളെപ്പോലും നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ നവീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും അല്ലാതെ സ്പർശിക്കുകയും ചെയ്യും. വിശുദ്ധ കമ്മില്ലസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യമായിട്ടും അച്ഛൻ്റെ മനസ്സിലേക്ക് വരുന്നത് വിശുദ്ധ കമ്മില്ലസിൻ്റെ അത്ഭുതകരമായ ജനനമാണ്. അച്ഛൻ്റെ തന്നെ സഭയുടെ സ്ഥാപകനാണ്. അതുകൊണ്ടാണ് അച്ഛൻ ഇവിടെ ചുവന്ന കുരിശും ധരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുക. അച്ഛൻ്റെ തന്നെ സഭയുടെ സ്ഥാപകനാണ് ഈ വിശുദ്ധ കമ്മില്ലസ്. എന്നാൽ വിശുദ്ധ കമ്മില്ലസിൻ്റെ ജനനം മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മം വളരെ അത്ഭുതകരമായ ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാകുന്നു. എങ്കിലും അദ്ദേഹത്തിന് ആദ്യത്തെ ഒരു 10-25 വർഷക്കാലം അദ്ദേഹം അത്രമാത്രം ഒരു വിശുദ്ധിയിൽ ജീവിച്ച ഒരു വ്യക്തി ആയിരുന്നില്ല എന്ന് നമ്മൾ കാണും. വിശുദ്ധ കമ്മില്ലസിൻ്റെ അമ്മ കമ്മില്ലയുടെ 60-ാമത്തെ വയസ്സിലാണ് വിശുദ്ധ കമ്മില്ലസ് ജനിക്കുന്നതെന്ന് ആണ് വിശുദ്ധ കമ്മില്ലസിൻ്റെ ജന്മത്തെക്കുറിച്ചുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു അത്ഭുതം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്നത്. 1550-കളിൽ വിശുദ്ധ കമ്മില്ലസ് ഇറ്റലിയിലെ ബുക്കിയാനിക്കോ എന്ന സ്ഥലത്താണ് ജനിക്കുന്നത്. അവിടെ വിശുദ്ധ കമ്മില്ലസിൻ്റെ അമ്മ കമില്ല, ഈ കമ്മില്ലയുടെ ആദ്യത്തെ മകൻ ജോസഫ്, അദ്ദേഹം വളരെ ചെറുപ്പത്തിലേ മരിച്ചുപോയി. അതിനുശേഷം അവർക്ക് മക്കളില്ലാതെ, ദമ്പതികൾക്ക് മക്കളില്ലാതെ കുറേ കാലം ജീവിച്ച് അങ്ങനെ 60 വയസ്സ് അമ്മയ്ക്ക് എത്തുമ്പോഴാണ്, ഈ സ്ത്രീക്ക് എത്തുമ്പോഴാണ് അവൾ വീണ്ടും ഗർഭിണിയാകുന്നത്. അതുകൊണ്ട് തന്നെ ആ നാട്ടിലുണ്ടായിരുന്നവർ വിശുദ്ധ കമ്മില്ലസിൻ്റെ അമ്മ കമ്മില്ലയെ വിളിച്ചുകൊണ്ടിരുന്നത് എലിസബത്ത് എന്നാണ്. കാരണം എലിസബത്തിന് സ്നാപകനാൻ ഉണ്ടാകുന്നത് അതുപോലെ ഒരു നല്ല വാർദ്ധക്യത്തിലാണ്, നമുക്കറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ എലിസബത്ത് എന്ന് ഓമന പേരിട്ട് അവർ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ശിശു ഒരു അത്ഭുത ശിശുവാണ് എന്ന് അവർ ആത്മന അംഗീകരിക്കുന്നതാണ്. അപ്പം വിശുദ്ധ കമ്മില്ലസിൻ്റെ അമ്മ അഥവാ കമ്മില്ലയ്ക്ക് ദൈവഭക്തി, ധാരാളമായ ദൈവഭക്തി, ഭയങ്കരമായ ദൈവവിശ്വാസം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയായിരുന്നു. ഈ കമ്മില്ല സത്യത്തിൽ വിശുദ്ധ കമ്മില്ലസിൻ്റെ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പന്തക്കുസ്ത ദിവസം 1550 പന്തക്കുസ്ത തിരുനാൾ ദിവസമാണ്. അന്ന് അവരുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഉർബൻ്റെ തിരുനാളും കൂടിയായിരുന്നു. അന്ന്
ആ പ്രസവ സമയം അടുക്കുന്നു എന്നറിഞ്ഞിട്ട് പോലും അവൾ വിശുദ്ധ കുർബാന ഉപേക്ഷിക്കാൻ താല്പര്യപ്പെടാതെ പരിശുദ്ധ കുർബാനയിൽ തിരുനാൾ കുർബാനയിൽ പങ്കെടുക്കുന്ന സമയത്താണ് ഈ കമില്ലയ്ക്ക് പ്രസവവേദന ഉണ്ടാകുന്നത്. പെട്ടെന്ന് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. വീട്ടിലേക്ക് കൊണ്ടുപോയി രണ്ടാമത്തെ നിലയിലാണ് വീട്. ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഫ്ലോറിലാണ് വീട്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു കുതിരലായം അല്ലെങ്കിൽ ഒരു കാലിത്തൊഴുത്താണ്. അപ്പോൾ ഇവൾ ഈ കാലിത്തൊഴുത്തിലാണ് വിശുദ്ധ കമ്മലസിന് ജന്മം നൽകുന്നത്. അതാണ് അതിൻ്റെ രണ്ടാമത്തെ അത്ഭുതകരമായ കാര്യം. കാരണം നമുക്കറിയാം ഈശോ കാലിത്തൊഴുത്തിലാണ് ജനിച്ചത്. മാത്രമല്ല വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും കാലിത്തൊഴുത്തിലാണ് ജനിച്ചത്. വിശുദ്ധ കമില്ലസിൻ്റെ അമ്മ കമില്ലയ്ക്ക് വിശുദ്ധ ഫ്രാൻസിസിനോട് ഭയങ്കരമായ ഭക്തിയും സ്നേഹവും ഉണ്ടായിരുന്നു. അങ്ങനെ അത്ഭുതകരമായിട്ട് വിശുദ്ധ കമ്മലസ് ജനിക്കുന്നത് നമ്മൾ ചരിത്രത്തിൽ കാണുകയാണ്. ഇങ്ങനെ വിശുദ്ധ കമ്മലസ് ജനിച്ച് നമുക്കറിയാം ഒരു 50-60 വയസ്സായ സ്ത്രീ, അവൾക്ക് ജനിക്കുന്ന കുഞ്ഞിന് നല്ല പ്രായം എത്തുന്നതിന് മുമ്പേ തീർച്ചയായിട്ടും ആ അമ്മ മരിക്കും. കാരണം ഒരു വാർദ്ധക്യത്തിലേക്ക് ഓൾറെഡി അവൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. എന്നതുപോലെ തന്നെ വിശുദ്ധ കമ്മലസിന് 13 വയസ്സ് പ്രായമുള്ളപ്പോൾ ഈ അമ്മ മരിക്കുകയാണ്. ഈ അമ്മ മരിക്കുമ്പോൾ ഈ അമ്മയ്ക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ദുഃഖം, ഏറ്റവും വലിയ ഉത്കണ്ഠ എന്ന് പറയുന്നത് വിശുദ്ധ കമ്മില്ലസ് ഒരു തോന്നിയാസിയായി പോകും എന്നുള്ളൊരു ചിന്തയായിരുന്നു. അതിനൊരു അടിസ്ഥാന കാരണമുണ്ട്. അത് ആ അമ്മ ഈ കുഞ്ഞിനെ ഗർഭത്തിലായിരിക്കുന്ന സമയത്ത് ഈ അമ്മയ്ക്കൊരു സ്വപ്നം ഉണ്ടാകുകയാണ്. ഒരു കൂട്ടം യുവാക്കൾ ജാഥയായിട്ട് ഇങ്ങനെ നിരനിരയായിട്ട് ചുവന്ന കുരിശും ധരിച്ച് ഒരു പതാകയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സ്വപ്നമാണ് ഉണ്ടായത്. ഇത് സാധാരണഗതിയിൽ അന്ന് 1500-കളിൽ അവിടെയൊക്കെ ഇറ്റലിയിൽ മാത്രമല്ല ലോകത്തെമ്പാടും ചെറു രാജ്യങ്ങളും ഈ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളും വളരെ സാധാരണമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ യുദ്ധങ്ങളിൽ ഈ വിശുദ്ധ കമ്മില്ലസിൻ്റെ അപ്പൻ സത്യത്തിൽ ഒരു യോദ്ധാവായിരുന്നു, ഒരു പട്ടാളക്കാരനായിരുന്നു. അപ്പോൾ ഇങ്ങനെ യുദ്ധങ്ങൾ നയിച്ച് പോകുന്ന ഒരു താന്തോന്നിയായ ഒരു മകനായിരിക്കും ഒരു പക്ഷേ തൻ്റെ മകൻ എന്നുള്ളൊരു ഭയം ഇങ്ങനെ ഈ ആയിട്ടുള്ളൊരു സ്വപ്നം കണ്ടപ്പോൾ അമ്മയുടെ മനസ്സിലേക്ക് വരികയാണ്. കാരണം ഇന്നത്തെ കാലത്ത് യുദ്ധങ്ങളുടെയാണ് പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയുള്ള ഈ ജാഥകളൊക്കെ കാണുക. അപ്പോൾ ഈ അമ്മയുടെ മനസ്സിനെ എപ്പോഴും ആകുലപ്പെടുത്തിയിരുന്നതും ഇടയ്ക്കിടെ തൻ്റെ മകനോട് ഈ അമ്മ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഞാനിങ്ങനൊരു സ്വപ്നം കണ്ടു എന്നത്. പക്ഷേ അതിൻ്റെ സത്യം എന്താണെന്ന് അന്ന് മനസ്സിലാക്കാൻ വിശുദ്ധയായ സ്ത്രീക്ക് കമില്ലയ്ക്ക് യഥാർത്ഥത്തിൽ സാധിച്ചില്ല. അന്നത്തെ കാലഘട്ടത്തിൽ ജനത്തിനും വിശുദ്ധ കമ്മിലസിൻ്റെ മാനസാന്തരം വരെ സാധിച്ചില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ കമ്മിലസ് ഇങ്ങനെ 13-ാം വയസ്സിൽ അമ്മ മരിക്കുന്നു. 19 വയസ്സായപ്പോൾ അപ്പനും മരിച്ചു. അതിനു മുൻപേ തന്നെ അപ്പൻ്റെ ജോലിയിൽ ഈ മകനും കൂടെ ഒരു യോദ്ധാവായിട്ട് ഒരു പട്ടാളക്കാരനായിട്ട് ചേർന്ന് അങ്ങനെ അപ്പൻ്റെ പാതയിലൂടെ ചരിക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ 19-ാം വയസ്സിൽ അപ്പനും മരിക്കുന്നു. അങ്ങനെ ഈ മകൻ ഒറ്റയ്ക്കാകുകയാണ്. പിന്നെ അങ്കിളുമാരൊക്കെയാണ് അദ്ദേഹത്തെ വളർത്തിക്കൊണ്ട് വന്നത്. പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ പട്ടാളത്തിൽ ചേർന്നതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം വളരെ മോശമായി. ഒന്നാമത് അദ്ദേഹത്തിന് വേണ്ടുന്നത്ര നല്ല നിയന്ത്രണങ്ങളും ഒന്നും കിട്ടിയിരുന്നില്ല. അതോടൊപ്പം തന്നെ പട്ടാളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിലുള്ള ജീവിതം, കുത്തഴിഞ്ഞ ഒരു ജീവിതം, ചൂതാട്ടവും തോന്നിവാസവും അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് ഇദ്ദേഹം പോകുന്നത് നമ്മൾ കാണുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ്. ഇദ്ദേഹത്തിന് 10-20 വയസ്സ് കഴിയുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കാലിലൊരു വലിയ വ്രണം ഉണ്ടാകുകയാണ്. ഈ കാലിലെ വ്രണം ഉണങ്ങാതായപ്പോൾ അദ്ദേഹത്തെ പട്ടാളത്തിൽ നിന്ന് പിരിച്ചുവിടുകയാണ്. 25 വയസ്സ്, അദ്ദേഹത്തിന് 25 വയസ്സ് പ്രായമായപ്പോഴത്തേക്കും അദ്ദേഹം പട്ടാളത്തിൽ നിന്ന് പുറത്താകേണ്ടതായിട്ട് വന്നു. കാരണം അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ വ്രണം വളർന്ന് കാലിൻ്റെ മുട്ടിന് താഴോട്ടുള്ള ഭാഗം ഏകദേശം മുഴുവൻ എന്ന രീതിയിൽ ഈ വ്രണം വ്യാപിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെ വിശുദ്ധ കമ്മിലസ് പൂർണ്ണമായും ഒരു രോഗിയായി തീരുകയാണ്. ഇങ്ങനെ രോഗിയായി തീർന്ന് പട്ടാളത്തിൽ ഇനി ഒരു കാരണവശാലും ജോലി ചെയ്യാൻ പറ്റാത്തതുപോലെ, കാരണം കുതിരപ്പുറത്ത് യാത്ര ചെയ്യണം, യുദ്ധം ചെയ്യണം, ഇതിനൊന്നും സാധിക്കാത്തതുപോലെ കാലിലെ വ്രണം മൂർച്ഛിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം റോമിലെ ഒരു ആസ്പത്രിയിലേക്ക്, സെയിൻറ്റ് ജെയിംസ് ഹോസ്പിറ്റൽ, റോമിലുള്ള സെയിൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം വരികയാണ്. ഈ സെയിൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവിടെ മാറാരോഗികൾ, ഒരിക്കലും സുഖപ്പെടാൻ സാധിക്കാത്ത രീതിയിലുള്ള മാറാരോഗികളാണ്. ദ ഹോസ്പിറ്റൽ ഓഫ് ഇൻക്യൂറബിൾസ് എന്നാണ് അത് വിളിക്കപ്പെട്ടിരുന്നത്. അങ്ങനെയുള്ള മാറാരോഗികളെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരുന്ന സ്ഥലമായിരുന്നു. അവിടെ വേണ്ടത്ര ചികിത്സയും വേണ്ടത്ര ശ്രദ്ധ രോഗികൾക്കൊന്നും കിട്ടിയിരുന്നില്ല. അതിങ്ങനെ മരണം വരെ അവിടെ കിടത്തുക. പിന്നെ ആ കാലഘട്ടമല്ലേ, 16-ാം നൂറ്റാണ്ടല്ലേ, അന്നൊക്കെ രോഗി ശുശ്രൂഷ, രോഗി സ്നേഹം ഒന്നും അത്രമാത്രം പ്രബലമാകാത്ത, അത്രമാത്രം ഒരു ശക്തമാകാത്തൊരു കാലമാണ്. അപ്പോൾ അങ്ങനെ ഒരു വളരെ അവഗണിക്കപ്പെടുക എന്ന് മാത്രമല്ല, വളരെ
മോശമായി കരുതപ്പെട്ട രോഗികളെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരുന്ന അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചികിത്സ കൊടുത്തിരുന്ന ഒരു സ്ഥലമാണ് സെയിൻറ്റ് ജെയിംസ് ഹോസ്പിറ്റൽ. അപ്പോൾ ഈ ആസ്പത്രിയിലാണ് വിശുദ്ധ കമ്മലസ് ചികിത്സയ്ക്ക് വരുന്നത്. അവിടെ ഇദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഇദ്ദേഹത്തിൻ്റെ ആ രോഗികളുടെ സ്ഥിതി കണ്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ മനസ്സലിയുകയാണ്. ഇദ്ദേഹത്തിന് ആ രോഗികളെ ശുശ്രൂഷിക്കണമെന്ന് തോന്നുകയാണ്. അതേസമയം ഇദ്ദേഹത്തിൻ്റെ രോഗം പൂർണ്ണമായി ഭേദപ്പെടുന്നുമില്ല. അതേ സമയം തന്നെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ലോകത്തിനു വേണ്ടിയുള്ള ആഗ്രഹം നിലനിൽക്കുകയാണ്. ആ പഴയ ജഡിക താല്പര്യങ്ങൾ, ചൂതാട്ടം, അങ്ങനെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നു. എങ്ങനെയെങ്കിലും സുഖപ്പെട്ടിട്ട് തിരിച്ച് പട്ടാളത്തിൽ പോകണമെന്നൊരു ആഗ്രഹം നിൽക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു കപ്പുച്ചൻ സന്യാസ സഭയുടെ ആ കാലഘട്ടത്തിൽ ഏതോ ഒരു ഹൗസിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന ഒരു മനുഷ്യനെ അദ്ദേഹം കണ്ടുമുട്ടുകയാണ്. അപ്പോൾ ഇദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, താങ്കൾക്ക് തീരെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം, പണമൊന്നും ഇല്ലാതെ എല്ലാം ദൂർത്തടിച്ച് നശിപ്പിച്ച നമ്മളുടെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന ധൂർത്തപുത്രനെ പോലെ തീർത്തും അവശനായ രോഗം, അതുപോലെ തന്നെ പണമില്ലാത്ത അവസ്ഥ, അങ്ങനെ എല്ലാവരും തിരസ്കരിക്കപ്പെട്ടൊരു അവസ്ഥയിലായിപ്പോയ ഈ കമില്ലസിന് ഒരു സഹായം വാഗ്ദാനം ചെയ്യുകയാണ്. നീ ജോലിക്ക് വന്നാൽ നിനക്ക് അത്യാവശ്യത്തിന് പണം കിട്ടും. പക്ഷേ അദ്ദേഹത്തിന് ആ ജോലി ചെയ്യാൻ താല്പര്യമില്ല. ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ഈ കൂട്ടുകാരൻ അദ്ദേഹത്തോട് പറയുകയാണ്, നമുക്ക് ഈ ലോകത്തിൻ്റെ വഴിയോട് കുറച്ചും കൂടി സുഖിച്ച് ജീവിക്കാം, ഇങ്ങനെ പണിയൊന്നും എടുക്കണ്ട, ഈ ലോകം സുഖപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെയും പോയി പട്ടാളത്തിൽ ചേർന്നിട്ട് സുഖിച്ച് ജീവിക്കാം എന്ന് ഒരു പ്രേരണ കൊടുക്കുകയാണ്. കുറച്ചു കാലം കൂടെ വിശുദ്ധ കമലസ് ഈ കൂട്ടുകാരൻ്റെ പ്രേരണയനുസരിച്ച് മുന്നോട്ട് പോയി. പക്ഷേ ഉള്ളിൽ ഈ രോഗാവസ്ഥയിൽ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചത് ഉള്ളിൽ അദ്ദേഹം ഒരു വ്യക്തമായ സ്വരമായിട്ട് കേൾക്കാൻ തുടങ്ങി. ഇദ്ദേഹത്തിന് തിരിച്ച് ഈ കപ്പുച്ചൻ ആശ്രമത്തിൻ്റെ പണിയിൽ പങ്കുചേരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ച് അവസാനം ഈ കോൺട്രാക്ടറുടെ അടുത്തേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ കുറേ കാലം അദ്ദേഹം അവിടെ ജോലി ചെയ്ത് അവിടുത്തെ പണി കഴിഞ്ഞപ്പോഴും കപ്പുച്ചൻ അച്ഛന്മാർക്ക് അവിടെ ആശ്രമത്തിലുണ്ടായിരുന്ന സന്യാസികൾക്ക് ഇദ്ദേഹത്തെ താല്പര്യപ്പെട്ടു. ഈ കമില്ലസ് എന്ന വ്യക്തിയെ താല്പര്യം തോന്നിയതുകൊണ്ട് തുടർന്നുള്ള ജോലിക്ക് അവിടെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ കുറേ കാലം അദ്ദേഹം കപ്പുച്ചൻ അച്ഛന്മാരുടെ കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരിക്കൽ വേറൊരു കപ്പുച്ചൻ ആശ്രമത്തിലേക്ക് കുറേ സാധനങ്ങളുമായിട്ട് കഴുതപ്പുറത്ത് ഇങ്ങനെ പോയി അവിടെ കൊണ്ടുപോയി ആശ്രമത്തിൽ ഈ സാധനങ്ങളെല്ലാം കൊടുത്തിട്ട് തിരിച്ചു പോരാൻ തുടങ്ങുമ്പോൾ അവിടുത്തെ ആശ്രമാധികാരി ഫാദർ ആഞ്ചലോ അദ്ദേഹത്തെ വിളിച്ചിട്ട് കുറേ നേരം സംസാരിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഈ ലോകത്തിൽ നമ്മളിങ്ങനെ ജഡികരായി ജീവിക്കുന്നതുകൊണ്ട് താല്പര്യമില്ല, അതിൽ നമുക്ക് നന്മയില്ല. നമ്മുടെ ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കണം. ആത്മാവാണ് നമുക്ക് ജീവൻ നൽകുന്നത്. അതുകൊണ്ട് നമുക്ക് ആത്മാവിനെക്കുറിച്ച് ചിന്തയില്ലാത്ത ഈ ലോക ജീവിതം നമ്മുടെ നാശത്തിൻ്റെ ജീവിതമാണ് എന്നൊക്കെ ഈ കപ്പുച്ചൻ അച്ഛൻ ഈ കമില്ലസിനോട് പറഞ്ഞു കൊടുത്തപ്പോൾ വിശുദ്ധ കമില്ലസിൻ്റെ ഹൃദയത്തിൽ അത് ഭയങ്കരമായ ആഴത്തിൽ തറച്ചു. കാരണം ഓൾറെഡി സഹനങ്ങളിലൂടെ, രോഗങ്ങളിലൂടെ വിശുദ്ധ കമില്ലസിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ഇദ്ദേഹം മറുപടി ഒന്നും പറയാതെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവം ആഗ്രഹിക്കുന്ന എന്നിൽ സംഭവിക്കാൻ വേണ്ടി അങ്ങ് എനിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് മാത്രം പറഞ്ഞിട്ട് ഈ കമില്ലസ് തിരിച്ച് പഴയ ആശ്രമത്തിലേക്ക് പോവുകയാണ്. ഇങ്ങനെ പോരുന്ന വഴിക്ക് വെച്ച് ഇദ്ദേഹം വളരെ ഏകാന്തമായ ഒരു സ്ഥലത്തിലൂടെയാണ് ഈ കഴുതപ്പുറത്ത് ഇദ്ദേഹം തിരിച്ചു വരിക. അപ്പോൾ അങ്ങനെ വളരെ ഏകാന്തമായ നിശബ്ദത കട്ടകെട്ടി നിൽക്കുന്ന ഒരു സ്ഥലത്തെത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം വളരെ ശക്തമായി. അദ്ദേഹം വേഗം കഴുതപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങിയിട്ട് വളരെ ആത്മാർത്ഥമായി മാനസാന്തരപ്പെട്ട് നിലവിളിച്ച് പറയുകയാണ്, ഈ ലോകം ഇനി എനിക്ക് വേണ്ട, ലോകത്തോട് ഞാൻ ഇനി ഒരു സഹകരണവുമില്ല, എനിക്ക് ഈ ലോകം വേണ്ട, ഞാൻ ലോകത്തെ വെറുക്കുകയാണെന്ന് പറഞ്ഞ് എനിക്കൊരു വിശുദ്ധിയുടെ ജീവിതം വേണമെന്ന് ആഗ്രഹിച്ച് അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിന് ഒരു കപ്പുച്ചൻ ആശ്രമത്തിൽ തിരിച്ചെത്തുകയാണ്. ഈ ആശ്രമത്തിൽ അദ്ദേഹം തിരിച്ചെത്തിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. അദ്ദേഹം അന്ന് വരെ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാനും വിശുദ്ധ ജീവിതം നയിക്കുവാനൊക്കെ ഇദ്ദേഹം ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം വളർന്ന് വരുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് കപ്പുച്ചൻ ആശ്രമത്തിൽ ചേരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഒരു കപ്പുച്ചനാകണം, അങ്ങനെ പരിഹാരമൊക്കെ ചെയ്ത് ജീവിക്കണം എന്നാഗ്രഹിച്ച് അവർ അദ്ദേഹത്തെ നൊവിഷ്യേറ്റിൽ പ്രവേശിപ്പിച്ചു. നൊവിഷ്യേറ്റിൽ കയറിയപ്പോൾ ഇദ്ദേഹത്തിന് അത്യാവശ്യം കാലിൻ്റെ വ്രണങ്ങൾ ഒരുവിധം ഉണങ്ങിയായിരുന്നു. പക്ഷേ ഇവരുടെ പരുപരുത്ത ചാക്കുവസ്ത്രങ്ങളായിരുന്നു കപ്പുച്ചനച്ചന്മാർ ധരിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഈ ചാക്കുവസ്ത്രം വീണ്ടും മുറിവിൽ കൊണ്ടിട്ട് മുറിവ് വീണ്ടും വ്രണമായി പൊട്ടി പഴുത്ത് ഒലിക്കാൻ തുടങ്ങി. അങ്ങനെ 2 പ്രാവശ്യം അദ്ദേഹത്തെ നൊവിഷ്യേറ്റിൽ നിന്ന് അവർ പറഞ്ഞു വിടേണ്ടതായിട്ട് വന്നു. കാരണം ഇദ്ദേഹത്തിന് ഈ വസ്ത്രം ധരിച്ച് ജീവിക്കാൻ പറ്റില്ല. അന്ന് 24 മണിക്കൂറും ഈ സന്യാസ വസ്ത്രം ധരിക്കുന്ന ഒരു പ്രാക്ടീസ് ആയിരുന്നല്ലോ. അങ്ങനെ ഇദ്ദേഹം പുറത്താക്കപ്പെടുകയും വീണ്ടും തിരിച്ച് ഇദ്ദേഹം ഈ സെയിൻറ്റ് ജെയിംസ് ആസ്പത്രിയിലേക്ക് അദ്ദേഹം ചെല്ലുകയാണ് കാലിൻ്റെ വ്രണം സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട്. അവിടെ വെച്ച് അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്വരം കേൾക്കുകയാണ്,
നിൻ്റെ ജോലി ഈ രോഗികളെ ശുശ്രൂഷിക്കുകയാണ്. അങ്ങനെ രോഗികളെ ശുശ്രൂഷിച്ച് നീ നിൻ്റെ ജീവിതത്തിൽ വേണ്ടത്ര പരിഹാരവും പുണ്യവും നേടുകയാണെന്ന് പറയുക. അത് കേട്ടതോടുകൂടി ഇദ്ദേഹത്തിന് രോഗി ശുശ്രൂഷയിലേക്ക് ഭയങ്കരമായൊരു ആഗ്രഹം. അങ്ങനെ അദ്ദേഹം ആസ്പത്രിയിലെ രോഗികളെല്ലാം ശുശ്രൂഷിക്കാൻ തുടങ്ങി. ക്രമേണ അവിടെയുള്ള ആസ്പത്രി അധികാരികൾ ഇദ്ദേഹത്തിൻ്റെ ഈ സേവന സന്നദ്ധതയും സ്നേഹവും രോഗികളോടുള്ള കമ്മിറ്റ്മെൻറ്റൊക്കെ കണ്ടിട്ട് അവിടുത്തെ നഴ്സിംഗ് സൂപ്രണ്ടൻറ്റ്, ഇന്നത്തെ പോലെയല്ല അന്നത്തെ കാലത്തെ അവിടെ ശുശ്രൂഷയുടെ സൂപ്രണ്ടൻ്റായിട്ട് അദ്ദേഹത്തെ നിയോഗിക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹം ചെയ്യുന്ന ഈ ശുശ്രൂഷകൾ കണ്ട് കുറേ യുവാക്കൾ അന്നത്തെ കാലഘട്ടത്തിൽ നമ്മളിപ്പം ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ മദർ തെരേസയൊക്കെ പോലെ, മദർ തെരേസ കൽക്കട്ടയുടെ തെരുവിലേക്ക് ഇറങ്ങിയിട്ട് ഈ രോഗികൾക്ക് വേണ്ടിയിട്ടും ഉപേക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ചെയ്ത ശുശ്രൂഷകൾ അത് കണ്ടിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ ആ മദർ തെരേസയുടെ കൂടെ ചേർന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെ ഒത്തിരി പേര് സന്യാസിമാരായി മാറി, കുറേ പേര് ഉപകാരികളായി മാറി. അങ്ങനെ എന്നതുപോലെ തന്നെ വിശുദ്ധ കമലസിൻ്റെ കൂട്ടത്തിൽ ഒരു പറ്റം യുവാക്കൾ ചേരുകയാണ്. അങ്ങനെ ഇദ്ദേഹം രോഗികളെ ശുശ്രൂഷിക്കുന്ന ഒരു സമൂഹം അവിടെ സെയിൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ ആരംഭിക്കുകയാണ്. അത് പിന്നീട് ആ കാലഘട്ടത്തിൽ പ്ലേഗ്, ഈ 16-ാം നൂറ്റാണ്ടിലൊക്കെ പ്ലേഗ്, പകർച്ചവ്യാധി ഭയങ്കരമായിട്ട് പടർന്നു പിടിച്ച് ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ശുശ്രൂഷിക്കുവാൻ ആരുമില്ലാത്ത ആസ്പത്രികൾക്ക് പോലും ഭയം. നമ്മൾക്ക് വേണമെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വേണമെങ്കിൽ HIV AIDS പോലുള്ള തുടങ്ങിയ കാലഘട്ടം ഉണ്ടല്ലോ, 97-98 കാലഘട്ടങ്ങളിലൊക്കെയുള്ള HIV AIDSനോടൊക്കെയുള്ള മനുഷ്യൻ്റെ ഒരു മനോഭാവം ഉണ്ടല്ലോ. അതുപോലൊരു ഭീകരമായ മനോഭാവം, അതിനേക്കാളും ഭീകരമായി. കാരണം ആൾക്കാരിങ്ങനെ വീണ്ടും മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്ലേഗിൻ്റെ കാലഘട്ടത്തിൽ. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വിശുദ്ധ കമലസ് ഇങ്ങനെ ജീവൻ കൊടുത്തും രോഗികളെ ശുശ്രൂഷിക്കാൻ തയ്യാറായി. അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ളവരും എല്ലാവരും കൂടെ അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നത് കണ്ടപ്പോൾ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന്, അതായത് ഇറ്റലിയിൽ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് ഇദ്ദേഹത്തിന് ഇൻവിറ്റേഷൻസ്, ക്ഷണം വരികയാണ്. ഇവിടെയും വന്ന് ശുശ്രൂഷിക്കണം, ഇവിടെ വന്ന് രോഗികളെ നോക്കണം എന്ന്. അങ്ങനെ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ കമില്ലസ് രോഗികളെ ശുശ്രൂഷിച്ച് ഒരു പ്രത്യേകമായ, അതായത് രോഗി ശുശ്രൂഷയ്ക്ക് ഒരു പുത്തൻ മാനം നൽകുകയാണ്, സ്നേഹത്തിൻ്റെ ഒരു പുതിയ മാനം. അതുകൊണ്ട് വിശുദ്ധ കമില്ലസിൻ്റെ ഈ ഒരു ശുശ്രൂഷ ശൈലിയെ ന്യൂ സ്കൂൾ ഓഫ് ചാരിറ്റി എന്നാണ് സഭ വിളിച്ചിരുന്നത്. ന്യൂ സ്കൂൾ ഓഫ് ചാരിറ്റി, സ്നേഹത്തിൻ്റെ ഒരു പുതിയ സ്കൂൾ, ഒരു പുതിയ ചിന്താധാര എന്നുള്ള രീതിയിലാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പ്രിയ സഹോദരങ്ങൾ, ഇങ്ങനെ വിശുദ്ധ കമില്ലസ് രോഗികളെ ശുശ്രൂഷിച്ച് ഒരു കൂട്ടായ്മയായി കഴിഞ്ഞപ്പോൾ പരിശുദ്ധ മാർപ്പാപ്പയുടെ അടുത്ത് അന്ന് ഇതൊരു സന്യാസ സഭയെ അംഗീകരിക്കണമെന്ന് പറയുകയാണ്. സന്യാസ സഭയായി വിശുദ്ധ കമലസിൻ്റെ ഈ കൂട്ടായ്മയെ അംഗീകരിക്കുന്ന സമയത്ത് വിശുദ്ധ കമലസ് പെട്ടെന്ന് അമ്മയുടെ സ്വപ്നം ഓർക്കുകയാണ്. തൻ്റെ അമ്മ ഇങ്ങനെ ചുവന്ന കുരിശ് ധരിച്ച് ഒരു കൂട്ടം യുവാക്കന്മാരെ കണ്ടതിനെക്കുറിച്ച് അദ്ദേഹം പെട്ടെന്ന് ഓർത്തിട്ട് മാർപ്പാപ്പയോട് പറയുകയാണ്, ഞങ്ങൾക്ക് ഈ രോഗി ശുശ്രൂഷയുടെ പ്രത്യേക അടയാളമായി ചുവന്ന കുരിശ് നെഞ്ചിൽ ധരിക്കാൻ ഞങ്ങളെ അനുവദിക്കണം. നിങ്ങൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ വിശുദ്ധ കമലസിനെ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. നെഞ്ചിലൊരു ചുവന്ന കുരിശ്, രണ്ട് വശത്തും ഓരോ ചുവന്ന കുരിശ്. അന്നത്തെ കാലത്തേക്കൊരു കാപ്പ പോലത്തെ ഒരു ഓവർകോട്ട് പോലത്തെ ഒരു വസ്ത്രവും കൂടി ഈ സന്യാസ വസ്ത്രത്തിന് പുറമേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ രണ്ട് വശങ്ങളിലും. അപ്പോൾ ഇത് മാർപ്പാപ്പ പ്രത്യേകമായിട്ട് അനുവദിച്ചു കൊടുക്കുകയാണ്. വിശുദ്ധ കമിലസ് സ്ഥാപിച്ചിരിക്കുന്ന ഈ സന്യാസ സഭയുടെ രോഗി ശുശ്രൂഷയുടെ ഉദാത്തമായ അടയാളമായി ചുവന്ന കുരിശ് നിങ്ങൾക്ക് ധരിക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ മാർപ്പാപ്പമാർക്കും മെത്രാന്മാർക്കും വളരെ തീഷ്ണതയോടുകൂടി ശുശ്രൂഷ ചെയ്യുന്ന ഇവരെ വളരെ വലിയ കാര്യമായിരുന്നു. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഇറ്റലിയിൽ നിന്ന് പിന്നീട് പുറം രാജ്യങ്ങളിലേക്ക് പോലും ധാരാളം രോഗി ശുശ്രൂഷകരെ വിശുദ്ധ കമില്ലസ് ഇങ്ങനെ സന്യസ്തരായിട്ട് അയച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇങ്ങനെ വിശുദ്ധ കമില്ലസ് രോഗികളുടെ ശുശ്രൂഷ ഏറ്റെടുത്ത് പിന്നീട് വിശുദ്ധ കമില്ലസ് സ്ഥാപിച്ച കമില്ലിയൻ സന്യാസ സഭ അഥവാ മിനിസ്റ്റേഴ്സ് ഓഫ് ദി ഇൻഫോം, ഓർഡർ ഓഫ് ദി മിനിസ്റ്റേഴ്സ് ഓഫ് ദി ഇൻഫോം, രോഗി ശുശ്രൂഷ സഭ എന്ന് പറയുന്ന സഭ ലോകമെമ്പാടും വ്യാപിച്ചപ്പോൾ ഈ ചുവന്ന കുരിശ് രോഗി ശുശ്രൂഷയുടെ അടയാളമായി മാറുകയാണ്. പിന്നീട് കുറച്ച് കാലങ്ങൾക്ക്, ഏതാനും നൂറ്റാണ്ടുകൾക്ക് ശേഷം റെഡ് ക്രോസ് സൊസൈറ്റി ഈ ഒരു പ്രചോദനത്തിൽ നിന്ന് അവർ ചുവന്ന കുരിശിനെ തന്നെ, പക്ഷെ നമ്മളുടെ കത്തോലിക്ക ഒരു കുരിശിൻ്റെ രൂപത്തിലല്ല, അവരുടെ ഒരു പ്ലസ് പോലത്തെ കുരിശാണ്. അപ്പോൾ അങ്ങനെ ചുവന്ന കുരിശിനെ തന്നെ അവരുടെ ഒരു അടയാളമാക്കി മാറ്റി അവരൊരു പുതിയ സംഘടന സ്ഥാപിക്കുകയാണ്. അങ്ങനെ നമ്മൾ തുടർന്ന് ആസ്പത്രികളിലും ആംബുലൻസിലും ഒക്കെ ഈ ചുവന്ന കുരിശിനെ നമ്മൾ സുപരിചിതമാവുകയാണ്. നമുക്ക് ഈ രോഗി ശുശ്രൂഷയുടെ അടയാളമാണ് ചുവന്ന കുരിശ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ചുവപ്പിന് പേറ്റൻറ്റ് കിട്ടിയതുകൊണ്ട് അത് പച്ചക്കുരിശായിട്ട് ആസ്പത്രികൾ ഇപ്പോൾ ഉപയോഗിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ കമില്ലസിൻ്റെ ഈ ഒരു അത്ഭുതകരമായ ചരിത്രത്തിലുള്ള ഇടപെടലാണ് രോഗി ശുശ്രൂഷയുടെ മാനം തന്നെ മാറ്റിമറിച്ചത്.
മുഴുവൻ രോഗികളെ എങ്ങനെ കാണണം. വിശുദ്ധ കമ്മിലസ് പറഞ്ഞുകൊണ്ടിരുന്നത് രോഗികൾ സിക്ക് ആർ അവർ ലോർഡ്സ് ആൻഡ് മാസ്റ്റേഴ്സ് എന്നാണ്. അതായത് ഞങ്ങളുടെ പ്രഭുക്കന്മാരും യജമാനന്മാരുമാണ് രോഗികൾ എന്നാണ് വിശുദ്ധ കമ്മിലസ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഇതുപോലെ അതായത് ഒരു യജമാനനെ ഒരു ദാസൻ എങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നുവോ അതുപോലെ വിശുദ്ധ കമ്മിലസും അദ്ദേഹത്തിൻ്റെ കൂട്ടരും ഈ രോഗികളെ ശുശ്രൂഷിച്ചിരുന്നു എന്നാണ് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ കമ്മിലസിനും അദ്ദേഹത്തിൻ്റെ കൂട്ടർക്കും ഇന്നുള്ള സന്യസ്തർ, സിസ്റ്റേഴ്സും ഉണ്ട്, അച്ഛന്മാരുമുണ്ട്, ബ്രദേഴ്സുമുണ്ട്. ഇവർക്ക് എല്ലാവർക്കും 4മതൊരു വ്രതമുണ്ട്. ആ വ്രതമാണ് ജീവൻ ത്യജിച്ചും രോഗികളെ ശുശ്രൂഷിക്കും, ജീവൻ കൊടുത്തും രോഗികളെ ശുശ്രൂഷിക്കും. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെ വിശുദ്ധ കമ്മിലസ് തൻ്റെ ജീവിതത്തിൽ രോഗികളോടുള്ള വലിയ സ്നേഹം സഭയ്ക്ക് തന്നെ ചരിത്രത്തിൽ ലോകത്തിന് മുഴുവൻ ഒരു മാതൃകയായിട്ട് കാണിക്കുകയാണ്. അതോടൊപ്പം വിശുദ്ധ കമ്മിലസിൻ്റെ ജീവിതത്തിൽ 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, വിശുദ്ധ കമ്മിലസിനൊന്ന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ 5 തരത്തിലുള്ള രോഗങ്ങളുണ്ടായിരുന്നു. ഒരിക്കലും സുഖപ്പെടാത്ത 5 രോഗങ്ങൾ. ഈ രോഗങ്ങളെ മുഴുവൻ വിശുദ്ധ കമ്മിലസ് വിളിച്ചിരുന്നത് തൻ്റെ കൃപയുടെ നീർച്ചാലുകൾ എന്നാണ്. തൻ്റെ ജീവിതത്തിലേക്ക് ദൈവം കൃപ ചൊരിയുന്ന നീർച്ചാലുകളായിട്ടാണ് വിശുദ്ധ കമ്മിലസ് തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സഹനങ്ങളെയും കണ്ടിരുന്നത്. മറ്റൊരു കാര്യമാണ്, വിശുദ്ധ കമ്മിലസ് വളരെ അത്ഭുതകരമായ സിദ്ധി, ഈ ശരീരത്തിൻ്റെ സഹനങ്ങളും വേദനകളും എല്ലാം സഹിച്ച് പുണ്യജീവിതം നയിക്കുന്ന വിശുദ്ധ കമ്മിലസിന് അത്ഭുതകരമായ സിദ്ധികളുണ്ടായിരുന്നു. ഒന്ന് പരഹൃദയജ്ഞാനം, മറ്റുള്ളവർ മനസ്സിലിരിക്കുന്നത് കണ്ടെത്തി അത് പ്രത്യേകിച്ചും പാപകരമായത് എന്തെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ അവരെ നല്ല ഉപദേശത്തിലൂടെ അവരുടെ മനസ്സ് കണ്ട് അത് എന്താണെന്ന് പറഞ്ഞു കൊടുത്ത് നല്ല ഉപദേശങ്ങളിലൂടെ നല്ല കുമ്പസാരത്തിലേക്ക് നയിച്ച് നല്ല മരണത്തിന് വേണ്ടി ഒരുക്കുവാൻ, ആത്മാക്കളെ രക്ഷിക്കുവാൻ വിശുദ്ധ കമ്മിലസിന് പ്രത്യേക സിദ്ധി ഉണ്ടായിരുന്നു. അതുപോലെ പരിശുദ്ധ കുർബാനയോടുള്ള ആഴപ്പെട്ട സ്നേഹം, മണിക്കൂറുകൾ വിശുദ്ധ കുർബാന മുമ്പിൽ മുട്ടിന്മേൽ നിന്ന് ആ മുറിവുള്ള കാല് വെച്ചിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയും രോഗികളെ സമർപ്പിക്കുകയും ചെയ്യുമായിരുന്നു. വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അൾത്താരയിൽ, സാങ്ച്വറിയിൽ അദ്ദേഹം നിലത്ത് നിന്ന് മുകളിലേക്ക് ഉയർന്നു നിൽക്കുമായിരുന്നു എന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. വിശുദ്ധ കമ്മിലസ് സത്യത്തിൽ വിശുദ്ധ കുരിശിനോട് ഭയങ്കരമായ സ്നേഹമുള്ളൊരു വിശുദ്ധനായിരുന്നു. വിശുദ്ധ കമ്മിലസിൻ്റെ കുരിശിനോടുള്ള സ്നേഹം വളരെ അറിയപ്പെടുന്ന, ചരിത്രത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഒരിക്കൽ വിശുദ്ധ കമ്മിലസിനോട് എതിർപ്പുണ്ടായിരുന്നവർ ആസ്പത്രിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാ ജോലികളും നിർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ മുറിയൊക്കെ അലങ്കോലപ്പെടുത്തി കുരിശുരൂപമൊക്കെ വലിച്ചെറിഞ്ഞു. ആ കുരിശുരൂപം എടുത്തുകൊണ്ട് അദ്ദേഹം വേറൊരു ചാപ്പലിൽ പോയി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ, ഞാൻ ഇനി മുന്നോട്ട് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല, ഇത് ആൾക്കാർക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാനിത് ഉപേക്ഷിച്ചു പോകാം എന്നുള്ളൊരു രീതിയിൽ അദ്ദേഹം നിരാശപ്പെട്ട് ഇരിക്കുമ്പോൾ പെട്ടെന്ന് കുരിശു രൂപത്തിൽ നിന്ന് 2 കൈകളും എടുത്ത് ഈശോ വിശുദ്ധ കമ്മിലസിൻ്റെ നേരെ കൈ നീട്ടിയിട്ട് പറഞ്ഞു, മകനെ, ഇത് നിൻ്റെ ജോലിയല്ല, എൻ്റെ ജോലിയാണ്, അതുകൊണ്ട് നീ ഭയപ്പെടാതെ മുന്നേറുക. ഈ ഒരു വാക്ക് കേട്ടപ്പോൾ ആദ്യം വിശുദ്ധ കമ്മിലസിന് അതൊരു ദർശനം പോലെ തോന്നി. പിന്നീട് അദ്ദേഹം വീണ്ടും ശ്രദ്ധിച്ചപ്പോൾ യഥാർത്ഥത്തിൽ കുരിശുരൂപത്തിൽ നിന്ന് കൈകൾ അടർത്തി ഈശോ നേരിട്ട് സംസാരിക്കുന്നത് കാണാനിട വന്നു. അന്നു മുതൽ വിശുദ്ധ കമ്മിലസിൻ്റെ ഹൃദയത്തിൽ വിശുദ്ധ കുരിശിൽ നിന്നുള്ള സ്വരം ആഴപ്പെട്ട ഒരു ബോധ്യമായി മാറി. അത് ഇന്നും നിലനിൽക്കുന്ന ഒരു വാഗ്ദാനമായിട്ട് മാറിയിരിക്കുകയാണ്. വിശുദ്ധ കമ്മിലസിന് വിശുദ്ധ കുരിശിനോട് അത്രമാത്രം വലിയ സ്നേഹമുണ്ടായിരുന്നു. ഈശോയുടെ കുരിശിലെ മുറിവുകളാണ് വിശുദ്ധ കമ്മിലസ് വഹിച്ചിരുന്നതും ഈശോയുടെ കുരിശിലെ മുറിവുകളാണ് രോഗികളിൽ വിശുദ്ധ കമ്മിലസ് കണ്ടിരുന്നതും. അതുകൊണ്ട് വിശുദ്ധ കുരിശിലെ ഈശോയായിരുന്നു വിശുദ്ധ കമ്മിലസിൻ്റെ ഏറ്റവും വലിയ പ്രചോദനവും എന്നും ഉണ്ടായിരുന്ന ശക്തിയും. അതുകൊണ്ട് നമുക്ക് വിശുദ്ധ കുരിശിനോടുള്ള ആഴപ്പെട്ട സ്നേഹം വിശുദ്ധ കമ്മിലസ് തരുന്ന വലിയൊരു മാതൃകയാണ്. ഈശോ നമ്മളോട് കുരിശിലൂടെ സംസാരിക്കുന്നത് കേൾക്കാനുള്ള കൃപ വിശുദ്ധ കമ്മിലസിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. അതുപോലെ തന്നെ വിശുദ്ധ കമ്മിലസിൻ്റെ ഒരു പ്രത്യേക ചൈതന്യമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൻ്റെ 36-ാമത്തെ തിരുവചനം. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു എന്ന് ഈശോ പറയുന്ന ആ അന്തിമവിധിയുടെ ആ വാചകങ്ങൾ വളരെ ആഴത്തിൽ വിശുദ്ധ കമ്മിലസിനെ സ്വാധീനിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഇത് നിങ്ങൾ ആ പാവപ്പെട്ടവർക്ക് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. വിശുദ്ധ കമ്മിലസ് എപ്പോഴും പറഞ്ഞിരുന്നു, ആസ്പത്രി ദൈവത്തിൻ്റെ ഒരു ആലയമാണ്, അതുപോലെ തന്നെ രോഗികളുടെ കിടക്ക ബലിയർപ്പണത്തിൻ്റെ ബലിപീഠമാണ്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഈ വിശുദ്ധ കമ്മിലസിൻ്റെ ഈ ചൈതന്യം നമ്മുടെ ഹൃദയത്തിൽ നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ രോഗികളെയും, പ്രത്യേകിച്ച് നമ്മളുടെ വീടുകളിൽ രോഗികളായിട്ടുള്ളവർ, നമ്മുടെ കൂട്ടത്തിൽ രോഗികളായിട്ടുള്ളവരെല്ലാം ആഴത്തിൽ സ്നേഹിക്കാനുള്ള കൃപ നമുക്ക് ഈ വിശുദ്ധ കമ്മിലസിൽ നിന്ന് പ്രാർത്ഥിച്ച് സ്വീകരിക്കാം. വിശുദ്ധ കമ്മിലസ് രോഗികളെ സ്നേഹിച്ചതുപോലെ നമുക്കും എല്ലാ രോഗികളെയും, പ്രത്യേകിച്ച് നമ്മളോട് വളരെ അടുത്ത് കഴിയുന്ന രോഗികളെ സ്നേഹിക്കുവാൻ, അവരെ ശുശ്രൂഷിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ
എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗാവസ്ഥയിൽ വിശുദ്ധ കമലസിനെ പോലെ കൃപകളുടെ നീർച്ചാലായി രോഗങ്ങളെ കാണാനുള്ള അഭിഷേകം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് ഈ വിശുദ്ധ കമലസിൻ്റെ പ്രത്യേക മധ്യസ്ഥത്താൽ നമുക്ക് വലിയ കൃപകൾ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ രോഗാവസ്ഥയിൽ സഹായവും സൗഖ്യവും വിശുദ്ധ കമലസിൻ്റെ മധ്യസ്ഥതയോട് ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, വിശുദ്ധ കമലസിനെ ഞങ്ങൾക്ക് തന്ന അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ വിശുദ്ധ കമലസിൻ്റെ മാതൃക സ്വീകരിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ.